ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു. അപ്പം ഇന്നൊരു ഫുഡ് വ്ളോഗാണ്. അതിനു മുന്നേ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു ഇൻട്രോ വീഡിയോ സെറ്റാക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ 300 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത സ്ഥിതിക്ക് ഒരു ഇൻട്രോ വീഡിയോ വെക്കാം എന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ ആ ഇൻട്രോ വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അത് കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് സ്പോട്ട്, കണ്ണൂരിലെ ന്യൂ പുലരി റെസ്റ്റോറൻറ്റ്. അപ്പം ഞാൻ കണ്ണൂരിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് വേറൊരു വ്ളോഗായിട്ട് വരാനുണ്ട്. അതായത് ഞാനൊരു കല്യാണത്തിന് വന്നതാണ്. ഇന്നലെ കല്യാണം കഴിഞ്ഞു, ഇന്നിനി രാത്രി റിസപ്ഷൻ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഈറ്റണ്ടേ ഉച്ചയ്ക്ക്. അപ്പം ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. മെയിൻലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബ്രഞ്ചാണ് ഞങ്ങളുടെ ഇവിടെ. അപ്പം അത്യാവശ്യം റിവ്യൂ എല്ലാം നല്ലത് കണ്ടിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വന്നത്. മുമ്പിൽ ലൈവായിട്ട് ഫിഷ് എല്ലാം ഫ്രൈ ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ ഫിഷ് എല്ലാം നമുക്ക് ഒരു പ്ലേറ്റിൽ കുറേ ഫിഷ് എടുത്തിട്ടൊക്കെ നമുക്ക് ഓപ്ഷനായിട്ട് എല്ലാ ടേബിളിലും വന്ന് കാണിക്കും എന്താ വേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളിവിടെ 11:30 11:45 കൂടിയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി എല്ലാം വാങ്ങി ഇല നടുവിലിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് സ്റ്റാർട്ടർ പോലെ ബിരിയാണി കഴിച്ചായിരുന്നു. ആ വീഡിയോ എൻ്റെ ഷോർട്ട് ഓർ റീലിലാണ് കിടക്കുന്നത്. അതെനിക്ക് വെർട്ടിക്കൽ വീഡിയോ ഉണ്ട്, അത് ഇതിൽ ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്കിത് അവർ ഫിഷ് കൊണ്ടുവന്നു. ആ ഫിഷൊക്കെ ആയി വന്നപ്പം ഫിഷ് നമുക്കൊരു വലിയ പ്ലേറ്റിൽ അവർ കുറേ ഐറ്റംസായി കൊണ്ടുവന്നു. അതിൽ ഞണ്ട് മാത്രം ഞങ്ങളെടുത്തില്ല, ബാക്കി എല്ലാ ഫിഷും ഞങ്ങളെടുത്തു. ആക്രാന്തം കൊണ്ടാണോ എന്നറിയില്ല, എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞണ്ടിനോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ഗൈസ്, ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബാക്കിയുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞണ്ട് കടിച്ച് പറിച്ച് കഴിക്കാനുള്ളൊരു ക്ഷമയോ ആ ആക്രാന്തത്തിനിടയിൽ അതിനുള്ളൊരു ഗ്യാപ്പ് ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ മീനിൻ്റെ മുള്ളിൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ മീനിൻ്റെ ടേസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. കാരണം ഇവിടുത്തെ സീ ഫുഡ് നല്ല രസമുണ്ടായി. പിന്നെ നേരത്തെ കഴിച്ച ബിരിയാണീനെ പറ്റിയും ഞാൻ പറഞ്ഞില്ലല്ലോ, ബിരിയാണിയും അടിപൊളിയായിരുന്നു. എല്ലാം ഈ ഷെയർ ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണോ ഇത്ര ടേസ്റ്റ്, ശരിക്കും അവരുടെ ടേസ്റ്റാണോ അതോ ഞങ്ങളുടെ ആക്രാന്തം കാരണമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചട്ടിച്ചോറ് വേണമായിരുന്നു. അപ്പോൾ ചട്ടിച്ചോറും ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ സാധാരണ ഒരു ചട്ടിയിൽ കുറച്ച് ചോറും പിന്നെ മേലെ കുറച്ച് ഐറ്റമും പോലെ അല്ലായിരുന്നു ഇത്. മീൽസ് പോലെ അത്യാവശ്യം കുറേ പാത്രത്തിൽ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മീൻസ് ഉണ്ണിയപ്പം, പായസം, പിന്നെ ഒരു സീ ഫുഡ് സൂപ്പ്, അങ്ങനെയല്ല. ചിക്കൻ ഇല്ലായിരുന്നു. ഇത് മെയിൻലി സീ ഫുഡ് ചട്ടിച്ചോറായിരുന്നു അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അവരെ സർവീസിങ്ങും എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു, നല്ല സർവീസിങ് ആയിരുന്നു. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ രാത്രി ഇരിക്കുന്ന എന്നെ സമ്മതിക്കണം. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വിശക്കുന്നു. ഇപ്പം രാത്രി സമയം 2 മണി. ഞാൻ ഇനി എന്ത് ചെയ്യും ഗൈസ്? വിശന്നിട്ട് പാടില്ല. ഇവിടെയാണെങ്കിൽ മീനും ബിരിയാണിയും ചട്ടിച്ചോറും എല്ലാം കൂടെ വെച്ച് എന്നെ അങ്കലാപ്പിലാക്കിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.